വിശേഷമാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ഇത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഡെയിലി വ്ളോഗ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ബീഫ് കറിയാണ് കേട്ടോ. രാവിലെ തന്നെ ഹേസിട്ട് എഴുന്നേക്കാത്തത് കൊണ്ട് ഞാനും ഇക്കായും മെല്ലെ പമ്മിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ബീഫ് കറി വെച്ചുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് ഓവർ ഇന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അത് തട്ടിക്കൂട്ടാം. അപ്പോൾ ഇക്ക നേരത്തെ തന്നെ കഴിച്ചിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് നേരം ഒന്ന് ന്യൂസൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരിയും അതേപോലെ ചോറും തേങ്ങയും കുറച്ച് അവലും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അരികൊക്കെ, എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ എത്ര കഴിച്ചാലും മതിയാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ അതെ, അപ്പമാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഹിസുട്ടിനെ നോക്കിയതിന് ശേഷം ഒന്ന് നമ്മുടെ വിൻഡോയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. രാവിലെ തന്നെ ഈ മരത്തിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ രാവിലെ തന്നെ കിടന്ന് വിളിക്കുകയെ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് പേര് നേരത്തെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്രയ്ക്കും സൗണ്ടൊന്നും ഇല്ലായിരുന്നേ. നമ്മൾ സുബൈക്ക് എഴുന്നേൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല സൗണ്ടാണ്. ഇത് രാവിലെ തന്നെ ന്യൂസ് കാണണമെന്ന് വിചാരിച്ചിട്ട് ടി വി ഒക്കെ ഇട്ടിട്ട് വോളിയൊക്കെ കുറച്ച് നേരം ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് വോളിയം വെച്ചിട്ടാണ് നമ്മൾ ന്യൂസൊക്കെ കേൾക്കുന്നത്. രാവിലെയാണ് ഹീസിട്ട് എഴുന്നേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സൗണ്ട് മതി. അപ്പോൾ എല്ലാം ഇല്ല പൂച്ച ചെയ്യുന്ന മാതിരി പതുക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ അപ്പവും ബീഫ് കറിയും ചായയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹേസിട്ട് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കിച്ചണിൻ്റെ പണി കൂടി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് അയല ഉണ്ടായിരുന്നേ. അപ്പോൾ അയലയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കറിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വെണ്ടയ്ക്ക എന്നെടുത്ത് രാവിലെ തന്നെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് തക്കാളിയും മുരിങ്ങയ്ക്കയും കുറച്ച് മുളകും ഒക്കെ കട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് മാറ്റി അതിനുശേഷം മീനൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ആയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് പുളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയുള്ളൂ. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയാൽ കറി എന്തോ പോലെ ഇരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഹേസുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ ഹേസുട്ടന് അതിനിടയിൽ തന്നെ ബ്രഷൊക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് ഓക്കെ ആക്കി ഹേസുട്ടന് കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷമാണ് ഞാൻ മീൻകറി വെക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരപ്പ് ഒഴിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായിട്ട് കുക്കറിനകത്ത് വിസിലൊക്കെ കേട്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ അടുപ്പിൽ തന്നെ മീൻകറി വെച്ചു. നല്ല ചൂടാണ് അവിടെ, ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കിച്ചണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് കുടിച്ചുകൊണ്ടിരിക്കുവേ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ഒരു ദിവസം ഫുള്ള് ഭയങ്കര ഒരു ഡാർക്ക് മൂഡായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്ക ഏത് വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വിനാഗിരിയോ ഇട്ട വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് മെഴുക്ക് വരട്ടി ആക്കിയിട്ടുണ്ട്. മീൻകറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ കിഴങ്ങിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കി കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ച് നല്ല വേകുന്ന കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ കിഴങ്ങും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കിച്ചണൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഹിസുട്ടിന് കുറുക്കൊക്കെ കൊടുത്തിട്ട് അവൻ്റെ പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സൈക്കിളിൽ കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ.
ശേഷം ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ തനിയെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നേ. ടി വി ഒക്കെ കാണാൻ. അപ്പോൾ ടി വി കാണുന്ന സമയത്ത് ഞാൻ സൈഡിൽ തന്നെ വേണം, ഇടയ്ക്കിടയ്ക്ക് നോക്കും ഞാൻ അവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഞാനും ടി വിയിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം, റെസ്പോണ്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ വിചാരം ഞാൻ ചൊവ്വയിലോ മറ്റോ പോയെന്നുള്ളൊരു കരച്ചിലും കാര്യങ്ങളുമാണ്. അതിനുശേഷം ഹേസുട്ടന് കുറുക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം എഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഹേസുട്ടനൊരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പഴമാണ്, പക്ഷേ അത് തിന്നിട്ടുണ്ടായിരുന്നില്ല, പകുതിയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയ പഴം നമ്മൾ ഇന്നലെ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം സ്നാക്ക് ടൈമിൽ ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഹേസുട്ടന് കൊടുത്തു. അപ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നേ, അവിടെ എവിടെയും കൊണ്ടിടുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മാംഗോ പുഡിങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങയൊക്കെ നന്നായിട്ട് പീൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് ചോപ്പ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കുറച്ച് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് കൂടെ കിട്ടുന്ന യോഗട്ടും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് കുറച്ച് ഹണി ചേർത്തിട്ടുണ്ട്. ഒരു വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഹണി കൊടുക്കണ്ട കേട്ടോ. ഞാൻ അവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാരണം മാങ്ങ നന്നായിട്ട് മധുരം ഉണ്ടായിരുന്നേ. ഒരുപാട് മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഹേസുട്ടൻ കഴിക്കില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മാങ്ങ ഭയങ്കരമായിട്ട് കളയുന്നുണ്ടായിരുന്നേ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ശ്രമത്തിന് ഒരുങ്ങിയത്. അങ്ങനെ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഞാൻ കുറച്ച് ചിയ സീഡ് ഉണ്ടല്ലോ, ചിയ സീഡ് കുറച്ച് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. യോഗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിയ സീഡ് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ചിയ സീഡും അതേപോലെ മാംഗോയും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കൂളാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ച് ചില്ലാവുന്ന സമയത്ത് കുറച്ചൊന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഹേസുട്ടന് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ചില്ലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഹേസുട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എനിക്കുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. ഹെൽത്തിയാണ്, ഷുഗറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഹെൽത്തിയാണ്, ഗട്ട് ഹെൽത്തിനൊക്കെ നല്ലതാണ്. ചിയ സീഡൊക്കെ ഉള്ളതുകൊണ്ട്, അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് യോഗട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. സമ്മർ ടൈമിലൊക്കെ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മുടെ വയറൊക്കെ നല്ല രീതിയിൽ തണുക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ ഹേസുട്ടന് കൊടുത്തതിന് ശേഷം ഹേസുട്ടന് ഫീഡ് ചെയ്തിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എൻ്റെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചില്ലാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തണുപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം കുറച്ച് നേരമൊക്കെ എഡിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് ഐസ്ക്രീം അല്ലാന്ന് ആരും പറയില്ലേ, നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ. ഈ ഒരു പുഡിങ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണേ. ഹേസുട്ടൻ ആ റൂമിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ശല്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ റൂമിലായിരുന്നു വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഫില്ലായിട്ടിരിക്കും. നമുക്കിപ്പോൾ സ്വീറ്റ് ക്രാവിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനായിരിക്കും. പിന്നെ കുറച്ച് പണികൾ കൂടി ഉണ്ടായിരുന്നേ. വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പണികളുണ്ടായിരുന്നു. അരിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട്, ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിയും കുറച്ച് ഉഴുന്നും പയറും ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു, പിന്നെ തുടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എന്നും കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാത്തത് കേട്ടോ. അതിനുശേഷം ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചോറും നമ്മുടെ അയലക്കറിയും ചീനിയും അതേപോലെ നല്ല വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും തൈരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹേസുട്ട് എഴുന്നേൽക്കുന്നതിന് മുന്നേ ചോറ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചോറ് എടുത്തിട്ട് വന്ന സമയത്ത് ഹേസുട്ട് ഉണർന്നു. ഇന്ന് കുറച്ചൊന്നും അധികം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫുള്ള് പിന്നീട് ഓണായിരിക്കും. പിന്നീട് ഇനിയൊരു നാപ്പ് ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ. നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഹേസുട്ടന് കൂടി ചോറൊക്കെ കൊടുത്തതിന് ശേഷം കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്, കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പേനയും ഡയറിയും കൊണ്ട് നടക്കുകയാണ്. എൻ്റെ പേനയും ഡയറിയാണ്, അപ്പോൾ അതും കൊണ്ട് നടക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചിട്ട് ഞാനും കൂടി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ.
പിന്നീട് ഫുൾ ഓണായിരുന്നു. വൈകുന്നേരം വരെ ഫുള്ള് പായൽ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനിടയിൽ ഞാൻ പഴമൊക്കെ വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ സ്നാക്ക് ടൈം ആയപ്പോൾ. അതിനുശേഷം വൈകിട്ടായ സമയത്ത് ഞാൻ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ ഈക്വൽ അളവിൽ ഉഴുന്നും പയറും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസമാണ്. അതേപോലെ കുറച്ചുകൂടി ഹെൽത്തിയാണ്, പ്രോട്ടീൻ. ഡയറ്റ് ചെയ്യുന്നവർക്കും കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ദോശ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഓവർനൈറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇക്ക വന്നിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഒരു മോളിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോയതിന് ശേഷം കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, അതേപോലെ നല്ല സ്ക്രഞ്ചീസ് വാങ്ങിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്ലിപ്പോ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അതുപോലെ ഹെയർസ്റ്റൈൽ എപ്പോഴും മുടിയിൽ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഓൾറെഡി ഇവിടുത്തെ ചൂടും കാര്യങ്ങളും ക്ലോറിൻ വെള്ളമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മുടി കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. തുമ്പൊക്കെ നന്നായിട്ട് സ്പ്ലിറ്റൻസൊക്കെ വന്നപ്പോൾ സ്ക്രഞ്ചീസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് 2-3 ദിവസം കൊണ്ട് ആ ബണ്ണൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ആ ബണ്ണിൽ തന്നെ ഒരുപാട് മുടി പോകുന്നുണ്ട്. അതുകൊണ്ട് സ്ക്രഞ്ചീസ് ആകുമ്പോൾ കുറച്ച് വലിയ രീതിയിൽ മുടി വലിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടി നോക്കാൻ പോയതാണ്. അങ്ങനെ നമ്മൾ മോളിലെത്തി. പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അതായിരിക്കുമല്ലോ നമ്മൾ ലാസ്റ്റ് വാങ്ങിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും വേണ്ടാത്തതും വേണമെന്നുള്ളതും എല്ലാം നോക്കും. അങ്ങനെയൊക്കെയാണ്. എപ്പോൾ കയറി കഴിഞ്ഞാലും ഞാൻ ഡ്രസ്സ് സെക്ഷനിലൊന്ന് കറങ്ങിയിട്ട് വരെ നല്ല കളക്ഷൻസാണ്. ഹെയ്സുട്ടിനാണെന്നുണ്ടെങ്കിൽ വീട്ടിലിടാൻ വേണ്ടിയിട്ട് 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ക്രഞ്ചീസ് ഉണ്ടായിരുന്നേ. അതിൽ നിന്ന് ഞാൻ റൈറ്റ് സൈഡിലുള്ള ഇതല്ല മറ്റേത് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അതേപോലെ തന്നെ പിന്നെ കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സെക്ഷനിലേക്കൊക്കെ പോയി നമ്മൾ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം നല്ല ആളുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. ഈ ഒരു ടിക് ടാക്കിൻ്റെ സ്ലൈഡ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെയെങ്കിലും പോവുക എല്ലാം എടുക്കാനായിട്ട് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ. എനിക്ക് ഇങ്ങനെ നോക്കി സമയം പോകുന്നതേ അറിയില്ല. കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹെയ്സുട്ടിൻ്റെ ടോയ് സെക്ഷനിലും കുറേ നേരം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടായതുകൊണ്ട് വാട്ടർ മെലനും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നു. പെട്ടെന്നൊന്നും അല്ല കേട്ടോ, കുറേ നേരം അവിടെ എല്ലാத்தைയും ഇടിച്ചുകൊണ്ട് നിന്നു. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.